ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജിൽബാബിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. ഇത് ഫ്രീ സൈസിൻ്റെ നമസ്കാര ഉപ്പായമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 മീറ്റർ അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിട്ടിൻ്റെ പോർഷനിലെ ഇത് രണ്ടായിട്ട് 4 മീറ്ററും ഇതുപോലെ നമുക്ക് ഫോൾഡാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ബാക്ക് പീസിൻ്റെ ലെങ്ത് വരുന്നത് 80 ഇഞ്ചസും ഫ്രണ്ട് പീസിന് 60 ഇഞ്ചസും ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് 80 ഇഞ്ചസ് ഇതുപോലെ മെഷർ ചെയ്യുക, അതിനുശേഷം മാർക്ക് ചെയ്യുക. നമ്മൾ ആദ്യമേ 80 ഇഞ്ചസ് കട്ട് ചെയ്യേണ്ട, ഫുള്ളായിട്ടും മെഷർമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 80 ഇഞ്ചസ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 60 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന പോർഷൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചസാണ്. സ്ലീവിന് 10 ഇഞ്ചസാണ് വിഡ്ത്ത് വേണ്ടത്. അപ്പം നമ്മൾ അതും ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതാ ഇത്രയും പോർഷൻ നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെങ്തിന് അത്രയും പോർഷനും കൂടി എടുക്കാം. നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഇത്രയും പീസ് നമുക്ക് വേസ്റ്റേജ് വരും. അപ്പോൾ വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചസ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് 18 ഇഞ്ചസാണ്. അപ്പോൾ 18 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ഈ ഒരു പീസാണ് നമ്മൾ ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇനി സ്ലീവിൻ്റെ ബോട്ടം നമുക്ക് 8 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. 8 ഇഞ്ചസാണ് നമ്മൾ ഫ്രീ സൈസിന് എടുക്കുന്നത്. ഓക്കെ, അത്ര മതി. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 80 ഇഞ്ചസ് മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് താഴാക്കിയിട്ട് കട്ട് ചെയ്താലും മതി. നമുക്ക് കുറച്ച് എക്സ്ട്രാ അവിടെ ഒരു 5 ഇഞ്ചസ് കിട്ടിയത് കൊണ്ട് ഞാനിത് മറിച്ചിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. നമ്മൾ ആ വരയ്ക്കുന്നതൊന്നും ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ടിട്ട് കട്ട് ചെയ്തതന്നേ ഉള്ളൂ. മാർക്ക് ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ലെങ്ത് കൂടിയ പാർട്ടാണ് ബാക്ക് പീസ്, 80 ഇഞ്ചസ് ഉള്ള. അപ്പോൾ ആ പീസ് നമുക്ക് എടുക്കാം. അതിനുശേഷം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ആക്കുക. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷനാണ് നമുക്ക് ഫേസിൻ്റെ ഹെഡ് പോർഷനിൽ വരുന്ന ആ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ആക്കാം. ഓക്കെ, ഇനി നമുക്കൊരു 11 ഇഞ്ചസ് നമ്മുടെ ഫേസിൻ്റെ ലെങ്ത്. ഓക്കെ, ഫ്രീ സൈസിന് 11 ഇഞ്ചസ് വേണം. അപ്പോൾ 11 ഇഞ്ചസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് ഇതുപോലെ താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ ചീത്ത വശത്താണ് സ്റ്റിച്ച് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മറിച്ചിടുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി ഫ്രണ്ട് പീസ് നമുക്ക് ഈ ഒരു പാർട്ടിലാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ പോർഷനില്ലേ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ തയ്യൽ തുമ്പ് പുറത്ത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നൂലിങ്ങനെ ഇളകി വരില്ലേ. നമ്മൾ ഓവർലാക്ക് ഉണ്ടെങ്കിൽ ഓവർലാക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഓവർലാക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി കാണാനും ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് അങ്ങനെ പൊട്ടിപ്പോവാറുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ലെങ്ത് കുറച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡ് നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് 2 സൈഡിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രണ്ട് പീസ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് ജോയിൻ ചെയ്ത ആ ഒരു എൻഡില്ലേ, അപ്പോൾ ഈ 2 സൈഡിലും
ആണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. സ്ലീവും അതേ മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ആ ഒരു മെയിൻ പീസിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ആക്കുക. ജസ്റ്റ് 1/4 ഇഞ്ചിന് വേണ്ടി ഫോൾഡ് ആക്കുക. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലേക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാനുണ്ട്. 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക്. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. 8 ഇഞ്ചസ് ആണ് കേട്ടോ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് 8 ഇഞ്ചസ് നമുക്കിതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു റോൾ വാങ്ങുന്നതാണ് കേട്ടോ ലാഭം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ റോൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്കൊരു 12 ഇഞ്ചിൻ്റെ ലെങ്തിന് ഇലാസ്റ്റിക് കട്ട് ചെയ്തിടണം. നമുക്ക് ഹെഡ് ബാൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് സ്ലീവിൽ ഇലാസ്റ്റിക് കൊടുക്കാം. ഇലാസ്റ്റിക് കോർത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പിന്ന് ഇരുന്നില്ലേ, ആ പിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ അതിൽ ഈ ഇലാസ്റ്റിക് കൊടുത്ത 2 സൈഡും ആ ഒരു പോർഷൻ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ടാക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ ഒരു 1 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ആക്കിയിട്ട് സൈഡ് പോർഷനും നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ തന്നെ നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു ജോയിൻറ്റ് വരുന്ന പോർഷനില്ലേ, സ്ലീവ് ജോയിൻ ചെയ്ത പോർഷൻ, ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് ടാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഒരു ഫോൾഡിങ് വരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ ഹോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് വീഴാതെ ഹോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് ഹോൾ വരാത്ത രീതിയിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പോർഷൻ കറക്റ്റ് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സ്ലീവിൻ്റെ എൻഡിലും ബോട്ടം പോർഷനിലൊക്കെ എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ഒരു നമ്മൾ ഇലാസ്റ്റിക് കൊടുത്ത പോർഷനിൽ നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, ആ ഒരു പോർഷനിൽ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ അതവിടെ നീറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ഇനി നമുക്ക് ഹെഡ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വന്ന ഈ 2 പീസില്ലേ, ഇത് നമുക്ക് ഇതുപോലെ നല്ല വശവും കൂടി ചേർത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. ഈ ഒരു പീസിൻ്റെ ലെങ്ത് വരുന്നത് 25 ഇഞ്ചസ് ആണ്. ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് 25 ഇഞ്ചസ് ആവശ്യമുള്ളൂ. നമ്മൾ ഇലാസ്റ്റിക് 12 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത് അല്ലേ, അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് 24 + 1 ഇഞ്ചസ് അലവൻസ് ആണ്. ഓക്കെ, നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒരു മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡ് ഇതുപോലെ ഉള്ളിലാക്കി ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക്
ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഹെഡ് ബാൻഡ് കൊടുക്കുമ്പോൾ കുറച്ച് വീതിക്ക് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര പീസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എങ്കിലും നമുക്ക് മാക്സിമം കിട്ടുന്ന വിട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് സൈഡിലും അകത്തോട്ട് കയറിപ്പോവാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ രണ്ട് സൈഡിലും ടാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കണം. അതുപോലെ ഇലാസ്റ്റിക് ചുരുണ്ട് പോവേ മറിഞ്ഞു പോവേ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഈ ഒരു പീസ് പുറത്തേക്ക് എടുത്തിട്ട് ഒരു 4 ഇഞ്ച് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് ടാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാൻഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് വരുന്ന ആ ഒരു പോർഷൻ ഇതുപോലെ എടുക്കാം. മുകളിൽ നിന്ന് 5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 4.5 ആയാലും കുഴപ്പമില്ല, അതിൽ കുറയരുത്. അപ്പോൾ നമുക്ക് 5 അല്ലെങ്കിൽ 4.5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അതിനുശേഷം ഈ ഒരു പീസിലെ നല്ല വശം ഇതുപോലെ 5 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ അവിടെ വെച്ചിട്ട് നല്ല രീതിക്ക് ടാക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 5 പ്രാവശ്യമെങ്കിലും നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല സെക്യൂറായിട്ട് അവിടെ ഇരിക്കും, പൊട്ടിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.